പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ട് സാധ്യതകൾ ഇന്നത്തെ സുവിശേഷത്തിൽ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തേത്, ലാസറിനെ കൊല്ലാൻ കൂടി പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. അവൻ നിമിത്തം ഒരാളുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നൊരു ആലോചനയൊന്നും നല്ലതാണ്. എൻ്റെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ ഈശോയിൽ വിശ്വസിക്കുന്നു. മരിച്ചു പോയ ലാസർ പിന്നീട് ഇങ്ങനെ സ്വർഗത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ജീവിച്ചു എന്നൊരു പാരമ്പര്യമുണ്ട്. കർത്താവ് ലാസറിനെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് അവൻ ദൈവമായിരുന്നു എന്നുള്ളതിൻ്റെ വലിയ അടയാളമായിരുന്നു. എന്നാൽ അതിനേക്കാൾ വലുതായിട്ട് ലാസറിൻ്റെ പിന്നീടുള്ള ജീവിതം കർത്താവ് ദൈവം തന്നെയായിരുന്നുവെന്ന് ആ നാടിന് മുൻപിൽ, ആ മനുഷ്യർക്ക് മുൻപിൽ വലിയ സാക്ഷിയായിരുന്നു. അതുകൊണ്ട് തന്നെ യഹൂദന്മാർ കർത്താവിനെ ടാർഗറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലാസറിനെയും ടാർഗറ്റ് ചെയ്തിരുന്നു എന്നാണ് പറയണം. കാരണം ഇവനെ കാണുമ്പോൾ അവർക്ക് ക്രിസ്തു ദൈവമാണെന്നുള്ള തെളിവ് ലഭിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി. നമ്മൾ ഇന്നിവിടെ ജീവിച്ചിരിക്കുമ്പോൾ എന്നെ കാണുന്ന ഒരാൾ ക്രിസ്തുവിനെ ഓർമ്മിക്കുന്നു. എൻ്റെ ജീവിതം ദൈവമായ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ലാസറിനെ കണക്ക് ഈ ലോകത്തിൻ്റെ മേൽ ഉയർന്നു നിൽക്കുന്ന മനുഷ്യർ തീർച്ചയായും ക്രിസ്തുവിനെ ദൈവമായിട്ട് നമ്മൾ വാക്കുകളില്ലാതെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് അങ്ങനെ തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ലോകം മുഴുവൻ ഇങ്ങനെ എല്ലായിടത്തും സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പോകണം. സാധിക്കുന്നിടത്തൊക്കെ പോയി സുവിശേഷം പറയണം. പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കണം. നിങ്ങൾ പറ്റുന്നിടത്തൊക്കെ പോകണം, ഈശോയെ പറയാൻ പോകണം. പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കണം. ഒരാളോടും ഒന്നും മിണ്ടാതെയും ചില മനുഷ്യർ അവരുടെ ജീവിതം കൊണ്ട് മറ്റുള്ള ആളുകളെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന കാഴ്ച മനോഹരമാണ്. ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു പിക്ചർ കണ്ടത് ഓർക്കുന്നുണ്ട്. ഒരു പട്ടക്കുർബാനയാണ്. അതിനകത്ത് വൈദികരാകാനായിട്ട് പോകുന്ന ആ ഒരു ഡീക്കന്മാർ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നുണ്ട് അൾത്താരയുടെ മുൻപിൽ, സകല വിശുദ്ധരുടെയും ലുത്തിനിയേലുന്ന നേരത്ത്. ആ സമയം ഒരു കൊച്ചു വന്നിട്ട് ഇവരോട് കൂടെ ഈ അൾത്താരയിൽ ഇവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. ഡീക്കന്മാരൊന്നും മിണ്ടണ്ട. പക്ഷേ അവരുടെ ഈ അൾത്താരയിലേക്കുള്ള അവരുടെ ഉയർത്തലിന് തൊട്ട് മുൻപുള്ള ഈ ഒരു സമർപ്പണം ഉണ്ടല്ലോ, ഈ കമിഴ്ന്ന് കിടക്കലുണ്ടല്ലോ, അതൊരു കുഞ്ഞിനെ ഇങ്ങനെ എത്രമാത്രം ഇങ്ങനെ ആകർഷിക്കുന്നു എന്ന് കാണുന്നു. ഇതേ കാര്യമാണ് ലാസറിൻ്റെ പിന്നീടുള്ള ലാവണ്യം നിറഞ്ഞ ജീവിതം. അവനിലേക്കല്ല മനുഷ്യരെ ആകർഷിക്കുക, നേരെ മറിച്ച് ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചില ജീവിതങ്ങൾ. തൊട്ടപ്പുറത്ത് നമ്മൾ മേരിയെ കാണും. മേരി വന്നിട്ട് കർത്താവിൻ്റെ കാൽക്കൽ ആ സുഗന്ധ കൂട്ടുകൾ ഉടച്ചു കളയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നാർദീൻ സുഗന്ധമാണ്. ഏതാണ്ട് ഒരു വർഷത്തെ ഒരു സാധാരണ യഹൂദൻ്റെ ഒരു ജോലിക്കാശ്, ഒരു കൂലിക്കാശുണ്ട്. അത്രയും വിലയേറിയ ഒരു നാർദീൻ തൈലം വാങ്ങിക്കാമെന്നാണ് പറയുന്നത്. അതായത് ഒരു യഹൂദ സ്ത്രീ അവളുടെ ഒരു ആയുഷ്കാലം മുഴുവൻ കൊണ്ട് കൂട്ടിവെച്ചിരുന്ന ഒരു പൈസ കൊണ്ട് വാങ്ങിച്ച ഒരു നാർദീൻ സുഗന്ധ തൈലം ഈശോയുടെ കാൽക്കൽ കൊണ്ടുവന്ന് ഉടച്ചു കളയാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ ഒന്നും ചെയ്യാനായിട്ടില്ല. ജീവിതം മുഴുവൻ കൊടുക്കുക എന്നുള്ളത്. ലൈഫിലെ ഏറ്റവും വലുത് ഈശോയുടെ മുൻപിൽ കൊടുത്തിങ്ങനെ ഇനി നീ മാത്രമേ ഉള്ളൂ കർത്താവെ ആശ്രയം എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റുന്ന ആളുകൾ. അത് ആ ഒരു വീട് മുഴുവൻ സുഗന്ധം കൊണ്ട് നിറഞ്ഞു എന്നാണ് പറയുന്നത്. ഒപിയച്ചൻ്റെ ഒരു പുസ്തകത്തിൽ അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെ വായിച്ചു. അവൻ്റെ മുൻപിലെ ജീവിതം മുഴുവൻ ഉടച്ചു കളയുന്ന മനുഷ്യരുടെ ജീവിതങ്ങൾക്കൊക്കെ എന്തൊരു സുഗന്ധമാണെന്ന്. അവൻ്റെ മുൻപിൽ ജീവിതം ആകുന്ന വെൺകൽഭരണി ഉടച്ചു കളയുന്ന മനുഷ്യർക്കൊക്കെ, അവരുടെ ജീവിതങ്ങൾക്കൊക്കെ എന്തൊരു സുഗന്ധമാണെന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. യു ആർ ദ എരോമ ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സുഗന്ധങ്ങളാണ്. വീണ്ടും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് കണ്ടുമുട്ടിയിരുന്നവരെല്ലാവരും പറഞ്ഞിരുന്നു, ദാറ്റ് യങ് മാൻ സ്മെൽ ക്രൈസ്റ്റ്. അവൻ ക്രിസ്തുവിനെ മണക്കുന്നു.
ഈ യു ആർ ദ എരോമ ഓഫ് ക്രൈസ്റ്റ് എന്നൊക്കെയും പൗലോസ്ലീഹ പറയുമ്പോൾ അതിനകത്ത് വളരെ വൈരുദ്ധ്യം നിറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഈ കൂലിപ്പണി ചെയ്തിരുന്ന സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ ജോലി ചെയ്തിരുന്ന വല്ലാതെ ചൂരുണ്ടായിരുന്ന, ആ വാക്ക ഉപയോഗിക്കുന്നത്, വല്ലാതൊരു വിയർപ്പ് ഗന്ധം മാത്രമുണ്ടായിരുന്ന ഈ അന്നത്തെ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ നോക്കിയിട്ടാണ് പൗലോസ്ലീഹ പറയണത്, യു ആർ ദ എരോമ ഓഫ് ക്രൈസ്റ്റ്. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയാകുമ്പോൾ നിങ്ങൾ എത്ര താഴ്ന്ന നിലയിലുള്ളവരാണെന്നുള്ളതല്ല കാര്യം. ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ഈ ലോകത്തിൻ്റെ മുൻപിൽ നിങ്ങൾ സുഗന്ധങ്ങളായിട്ട് മാറുന്നു. ഈ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ മറ്റുള്ളവരെ നിങ്ങൾ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നവരായി മാറുന്നു. ഈ ലാസറും മറിയവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ വലിയ സാധ്യതയെക്കുറിച്ചിട്ടാണ്. കർത്താവെ, അങ്ങേക്ക് വേണ്ടി നിലകൊള്ളാനും അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങയെ ഓർമ്മിപ്പിക്കാനും അങ്ങയുടെ സുഗന്ധങ്ങളായി തീരാനും ഒരു കാലം, ഈ ദിവസങ്ങൾ ഞങ്ങളെ അതിനു വേണ്ടി ഒരുക്കണമേ എന്ന്, മറ്റൊന്നിലേക്ക് ഞങ്ങളുടെ മനസ്സിടറി പോവാതിരിക്കട്ടെ എന്ന് ഈ ദിവസങ്ങളിലൊക്കെ അങ്ങേക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരായി തീക്ഷ്ണതയോടുകൂടെ ആയിരിക്കാൻ, അങ്ങയുടെ കുരിശോട് ചേർന്നിരിക്കാൻ ഞങ്ങൾക്ക് ബലം നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധമായ വലിയ ഈ കൂദാശിയുടെ മുൻപിൽ നിന്ന് നമുക്ക് അവിടുത്തെ അനുഗ്രഹവും ആശീർവാദവും പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വലിയ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് തിങ്കളാഴ്ച എന്ത് ചെയ്തു എന്ന് ആലോചിക്കണം. അവൻ ഒരു അത്തിവൃക്ഷത്തെ ശപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നല്ല ഫലം പുറപ്പെടുവിക്കാത്ത, ഫലമില്ലാതിരിക്കുന്ന, ബാരനായിട്ടിരിക്കുന്ന മനുഷ്യര് കർത്താവിന് എതിർസാക്ഷിയാണ്. വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ തിങ്കളാഴ്ച കർത്താവ് ഒരു അത്തിവൃക്ഷത്തെ ശപിക്കുമ്പോൾ നമുക്കുള്ള ഓർത്താൽ മതി. അതിന് നേരെ വിപരീതമായി ഇതാ ഇവിടെ ഒരു മറിയവും ലാസറും. ഏത് ഭാഗം തിരഞ്ഞെടുക്കുമെന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഈ ഒരാഴ്ചത്തെ നമ്മുടെ മുൻപിലുള്ള ചോദ്യമാണ്. കർത്താവെ, നിനക്കായിട്ട് തിരഞ്ഞെടുപ്പ് നടത്താൻ, നിനക്കായിട്ട് ജീവിക്കാൻ ഞങ്ങളുടെ മനസ്സൊരുക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.